2020 മോഡലും 2021 മോഡലും റെഡ് കളറിൽ പെട്രോൾ എഞ്ചിനിൽ VXi ഷിഫ്റ്റുമായിട്ടാണ് നമ്മൾ സെയിൽ കൊടുക്കുന്നത്. ഈ 2021 മോഡൽ വെറും 12,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം കേട്ടോ. നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. അതേപോലെ 2020 മോഡൽ 44,000 കിലോമീറ്ററാണ് ഓടിയുള്ളത്. നിലവിൽ തേർഡ് ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഈ രണ്ട് വാഹനങ്ങളും മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ്, മേജർ കംപ്ലയിൻറ്റുകളെല്ലാം നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനമാണ് കേട്ടോ. ഈ 2020 മോഡൽ കറക്റ്റ് കമ്പനി ഹിസ്റ്ററിലുള്ള വാഹനമാണ്. ഓൾ ഒറിജിനൽ വരുന്ന വാഹനമാണ്. ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ പറയാം കേട്ടോ. 2020 മോഡൽ പെട്രോൾ എഞ്ചിനിൽ VXi വേരിയൻ്റാണ് വരുന്നത് കേട്ടോ. റെഡ് കളറിൽ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ പറയാം. ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നും ചെയ്യാത്ത വാഹനമാണ്. ബമ്പറിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ മൈനറായിട്ടുള്ള ടച്ചിങ് കാര്യങ്ങൾ മാത്രമേ ഈ വാഹനത്തിനുള്ളൂ. ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു 40% 4 ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ പറയാം കേട്ടോ. ഏതൊരു ഭാഗത്തും ചെറിയ സ്ക്രാച്ച് പോലും നിലവിലില്ലാത്ത വാഹനമാണ്. ഇത് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ബമ്പറിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ മൈനറായിട്ടുള്ള ടച്ചിങ് എന്നല്ലാതെ മേജറായിട്ടുള്ള ഒരു ടച്ചിങ് ബോഡിൻ്റെ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനം കേട്ടോ. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ പറയാം. ബോഡിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ടയർ ഭാഗങ്ങൾ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു 40-30% ബാക്ക് സൈഡ് വരുന്നുള്ളൂ. ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു 50% വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ VXi വേരിയൻ്റാണ് വരുന്നത്. സ്റ്റാറിങ് കൺട്രോൾ വരുന്നുണ്ട്. കമ്പനി സെറ്റ് വരുന്നുണ്ട്. ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്. അതേപോലെ സീറ്റ് അവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ വരുന്നത്. റൂഫും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ അതിൻ്റെ എൻജിൻ സൈഡൊക്കെ വരുമ്പോഴേ പെട്രോൾ എഞ്ചിനാണ്. കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും ഇല്ലാന്നല്ലേ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കുക. അപ്രോണിൻ്റെ സൈഡ് ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല എന്നല്ലേ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനം കേട്ടോ. ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിലൊക്കെ നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാൻ കഴിയും. നമുക്കൊരു 50,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ 2020 മോഡൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും. അതേപോലെ 2021 മോഡലിൽ നിങ്ങൾക്കൊരു 20,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും. എക്സ്ട്രാ അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 70% 4 ടയർ ഭാഗങ്ങളും വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് എഡ്ജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉണ്ട്. വന്ന അതേ കണ്ടീഷനിലാണ് വീഡിയോ ചെയ്യുന്നത്. പോളിഷ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ചെറിയ മൈനറായിട്ടുള്ള ടച്ചിങ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് ചെയ്തിട്ടുണ്ട്. വെറും 12,000 കിലോമീറ്റർ ജെനുവിൻ സർവീസിലെ വാഹനമാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഒരു റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് മേജറായിട്ട് ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഡിക്കിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ ടച്ചിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ മൈനറായിട്ടുള്ള ടച്ചിങ് കാര്യങ്ങൾ ഈ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് റഫായിട്ട് യൂസ് ചെയ്തൊരു വാഹനം തന്നെയാണ്. 12,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്ററാണ്. ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാന്നല്ല നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. അതേപോലെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിലും ഒന്ന് പോളിഷ് ചെയ്താൽ പക്ക കണ്ടീഷൻ ആയിക്കാറ് കേട്ടോ. ഈ ഒരു ഡിക്കൊക്കെ ചെറിയ ടച്ചിങ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഈ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അതേപോലെ അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ സീറ്റ് അവേഴ്സൊക്കെ കമ്പനി സീറ്റ് അവറാണ്. എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടില്ല. ഡുവൽ എയർ ബാഗ്, സ്റ്റാറിങ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ ഉള്ളത്. അതേപോലെ അതിൻ്റെ എൻജിൻ സൈഡിലേക്ക് വരികയാണെങ്കിലും വെറും 12,000 കിലോമീറ്റർ ഓടിയോണ്ട് എൻജിൻ സൈഡ് പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ഒരു ഭാഗത്തൊന്നും എവിടെയും ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല കേട്ടോ. ഈ ബാറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് ബാറ്ററി വെള്ളം ഒലിച്ചതിൽ ചെറിയ ടച്ചിങ് ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് മേജറായിട്ടുള്ളത് ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഒരു ഫുൾ ലോണിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും. 2021 മോഡൽ നമുക്ക് ഫൈനലായിട്ട് 5,70,75,000 രൂപക്ക് ചെറിയ മൈനറായിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് പക്ക കണ്ടീഷൻ ആക്കിയിട്ടാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ 2020 മോഡൽ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനം നമുക്ക് 5,65,000 രൂപക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്.